നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പേരാമ്പ്ര എടവരാട് ആലിയോട്ട് മജീദും സംഘവും ഇനി ബയോഫ്ലോക് വനാമി ചെമ്മീൻ കൃഷിയും ആരംഭിക്കും. പ്രധാനമന്ത്രി മത്സ്യസമ്പാദ് യോജന പദ്ധതിയിലാണ് മത്സ്യകൃഷി. പേരാമ്പ്ര എടവരാട് നെല്ലിക്കുന്നത്ത് ആലിയോട്ട് മജീദും 5 പേരും ചേർന്നാണ് ചെമ്മീൻ കൃഷി ആരംഭിച്ചത്. പ്രധാനമന്ത്രി മത്സ്യസമ്പാദ് യോജന പദ്ധതിയുടെ നിയന്ത്രണത്തിലാണ് ബയോഫ്ലോക് നവാമി കൃഷി. ഇരുമ്പ് വല കൊണ്ട് നിർമ്മിച്ച കൂറ്റൻ ടാങ്കിൽ റെക്സിൻ കെട്ടി ഉപ്പുവെള്ളത്തിലാണ് ചെമ്മീൻ കൃഷിയെന്ന് മജീദും സംഘവും പറഞ്ഞു. കേരള ഫിഷറീസ് വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ പേരാമ്പ്ര പഞ്ചായത്തിലെ 1-ാം വാർഡിൽ എടവരാട് മഞ്ചേരിക്കുന്നിൽ നല്ലിക്കുന്നത്ത് എന്ന സ്ഥലത്ത് 60 സെൻറ്റ് സ്ഥലത്താണ് ബയോഫ്ലോക് വനാമി ചെമ്മീൻ കൃഷി ആരംഭിച്ചിരിക്കുന്നത്. ഇത് ഞങ്ങൾ 6 പേരടങ്ങുന്ന ഒരു സൊസൈറ്റിയാണ് കൃഷി ചെയ്യുന്നത്. ഇത് കേരളത്തിൽ തന്നെ ഒരു വലിയ സംരംഭമായിട്ടാണ് ഫിഷറീസ് വകുപ്പിനെ കാണുന്നത്. ഇത് കടൽ വെള്ളം പോലെ ആക്കിയെടുത്തിട്ട് അതിലാണ് മത്സ്യങ്ങളെ ചെമ്മീനെ നിക്ഷേപിക്കുന്നത്. 3 മാസമാണ് ഇതിൻ്റെ വിളവെടുപ്പ് സമയം. ഏതാണ്ട് 25 ഗ്രാം മുതൽ 40 ഗ്രാം വരെ 3 മാസം കൊണ്ട് വളർച്ചയെടുക്കും. അപ്പോൾ ഇത് ഹാർവെസ്റ്റ് ചെയ്യുന്നതാണ്. ഒരു ടാങ്കിൽ ഏതാണ്ട് 15,000-ഓളം ചെമ്മീൻ കുഞ്ഞുങ്ങളെയാണ് നിക്ഷേപിക്കുന്നത്. ഇതിന് 10 ഡയമീറ്ററുകളുള്ള 12ഓളം ടാങ്കുകളാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. ഇതിൽ ബയോഫ്ലോക്ക് അതുപോലെ തന്നെ ഉപ്പുവെള്ളമായിട്ടുള്ള ബയോഫ്ലോക്ക് വെള്ളത്തിലാണ് മത്സ്യക്കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. പിന്നെ 24 മണിക്കൂറും എയറേഷൻ സംവിധാനവും വേണം. 10 മിനിറ്റ് കറണ്ട് പോയാൽ മത്സ്യങ്ങളൊക്കെ നശിച്ചു പോകുന്നൊരവസ്ഥയാണ്. അതിന് സൈലൻറ്റ് ജനറേറ്റർ വെച്ചിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതിന് ഏതാണ്ട് 42 ലക്ഷത്തോളം ഉറുപ്പിക ചെലവ് വരുന്നുണ്ട്. അതിനാൽ തന്നെ ചെമ്മീനിന് നല്ല വിലയും ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ. പേരാമ്പ്ര പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മജീദിന്റെ നേതൃത്വത്തിൽ മത്സ്യകൃഷിയും ചെയ്തു വരുന്നു. അതിനാൽ തന്നെ ജനുവരി 26-ന് ഡൽഹിയിൽ നടക്കുന്ന റിപ്പബ്ലിക് പരേഡ് കാണാൻ പ്രധാനമന്ത്രിയുടെ ക്ഷണം ലഭിച്ചിട്ടുള്ളതിനാൽ മജീദും ഭാര്യ സഫീറയും ഡൽഹിയിലേക്ക് പുറപ്പെടുമെന്ന് മജീദ് പറഞ്ഞു. അടുത്ത ദിവസം ജനുവരി 26-ന് ഡൽഹിയിൽ വെച്ച് നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കാൻ ക്ഷണം കിട്ടിയിട്ടുണ്ട് ഫിഷറീസ് മന്ത്രാലയത്തിൻ്റെ കീഴിൽ. അതിൽ പങ്കെടുക്കാൻ വേണ്ടി ഞാനും ഭാര്യയും 26-ന് ഡൽഹിയിലേക്ക് എത്താൻ വേണ്ടി ഉള്ള ഒരുക്കങ്ങൾ ചെയ്യുകയാണ്. 25-ന് കോഴിക്കോട് എയർപോർട്ടിൽ നിന്നാണ് ഫ്ലൈറ്റ്. 27-ന് തിരിച്ച് വരാനാവുന്നുള്ള റിട്ടേൺ ടിക്കറ്റായിരുന്നു തോന്നുന്നത്. പിന്നെ ഈ ഇത്രയും ഇതൊക്കെ നമ്മളെ കാർഷിക വൃത്തിയിൽ നമുക്ക് കിട്ടിയ ഒരു അംഗീകാരം എന്ന നിലയ്ക്ക് ഇതിനെ കാണുന്നു. ഇത് കാണുന്ന എല്ലാവർക്കും നമ്മളെ സ്നേഹാഭിവാദ്യങ്ങൾ. ഉൾനാടൻ മത്സ്യകൃഷിക്ക് വലിയ പ്രാധാന്യം ഇല്ലാതിരുന്ന ഒരു പ്രദേശമായിരുന്നു പേരാമ്പ്ര പഞ്ചായത്തും പരിസര പ്രദേശങ്ങളും. എന്നാൽ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് വളരെ ശ്രദ്ധാപൂർവം പ്രവർത്തിക്കുകയും പേരാമ്പ്രയിലെ വിവിധ സ്ഥലങ്ങളിൽ വിവിധ സ്വഭാവത്തിലുള്ള മത്സ്യകൃഷി രീതികൾ പരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ വരാൽ കൈച്ചിൽ എന്ന് നമ്മൾ പറയുന്ന വരാൽ വിത്തുൽപാദന യൂണിറ്റും അതുപോലെ തന്നെ മറ്റ് മത്സ്യകൃഷികളും കാർപ്പ് മത്സ്യങ്ങൾ ഒക്കെ തന്നെ വിപുലമായ രീതിയിൽ എടവരാട് ഭാഗത്ത് ചെയ്താണ് ഞങ്ങൾ ഈ മേഖലയിൽ മത്സ്യകൃഷി തുടങ്ങിയത്. പിന്നീടാണ് നൂതന മത്സ്യകൃഷി രീതിയായ ബയോഫ്ലോക്ക് വനാമി ചെമ്മീൻ കൃഷി ചെയ്യാനുള്ള ഒരു ആലോചന വരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ എടവരാട് ഭാഗത്തുള്ള നമ്മൾ കർഷകരായിട്ടുള്ള മജീദുകായും ഇതുപോലുള്ള കർഷകരെ സമീപിച്ചപ്പോൾ ഇവർ സ്നേഹപൂർവ്വമാണ് ഈ പദ്ധതി ഇവിടെ ഏറ്റെടുത്തിരിക്കുന്നത്. കേരളത്തിൽ തന്നെ ഒരു സ്ഥലത്ത് 6 യൂണിറ്റ് 6 ചേർന്ന് ഒരു മത്സ്യകൃഷി നടത്തുന്നത് തന്നെ ആദ്യമായിട്ടാണ്. എല്ലാ വിധത്തിലുള്ള സഹകരണങ്ങളും ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും നൽകുന്നുണ്ട്. അതുപോലെ തന്നെ കർഷകരും ആത്മാർത്ഥമായ പരിശ്രമങ്ങളിലൂടെയാണ് ഈ പദ്ധതി വിജയിപ്പിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്. ഭാവിയിൽ വനാമി ചെമ്മീൻ പേരാമ്പ്രയിൽ നിന്ന് കൊടുക്കാൻ പറ്റുമെന്നാണ് ഞങ്ങൾ
പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ.